ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ തടസ്സങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് ശാശ്വതമായ പരിഹാരം ലഭിക്കുന്ന മുട്ടിറക്ക് വഴിപാട് നടത്തുന്ന ഏറെ പ്രശസ്തമായ നീണ്ടൂർ ശ്രീ കുറ്റ്യാനികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഈ വഴിപാടിനെക്കുറിച്ചും ജ്യോതിഷ രംഗത്തെ അറിവുകളും അതേപോലെ സംശയങ്ങളുമൊക്കെ പറഞ്ഞു തരുന്നതിനായി ഒരു മഹത് വ്യക്തി ഇന്ന് നമ്മളൊപ്പമുണ്ട്. അദ്ദേഹത്തെ ലൈവ് ടിവിയുടെ എൻ്റയർ മീഡിയ ടീമിൻ്റെ ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. കുറ്റ്യാനികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ തിരുമേനി ഉണ്ണികൃഷ്ണ ശർമ്മയാണ് എന്നോടൊപ്പം ഉള്ളത്. പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അമ്പലത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് മുട്ടിറക്കാണ്. എന്താണ് മുട്ടിറക്ക് എന്ന് പറയുന്നത്? അത് പൊതുവേ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും നമ്മുടെ അമ്പലത്തിൽ വളരെ വർഷങ്ങളായിട്ട് നടത്തുന്ന ഒരു വഴിപാടാണ് മുട്ടിറക്ക് എന്ന് പറയുക. ഇത് പൊതുവേ നമ്മുടെ സദൻ കേരളത്തിൽ, തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇതില്ല. വടക്ക് ഉള്ള അമ്പലങ്ങളിൽ കാടാമ്പുഴ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലാണ് ഇത് മെയിനായിട്ട് ഈ മുട്ടിറക്ക് എന്നുള്ള തുടങ്ങിയത്. നമ്മുടെ അമ്പലത്തിലാണ് ഉള്ളത്. ഇതിൽ മുട്ട ഇറക്കുന്നത് നാളികേരം ഉടച്ച് അതിന് ഫലം പറയുക. അപ്പം നാളികേരം ഉടച്ച് ഫലം പറയുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഒരു 10 ആഴ്ചയോ 12 ആഴ്ച അതുപോലെയുള്ള ആഴ്ചകളിൽ ഈ വഴിപാട് നടത്തുകയും അതിന് മൂലം നല്ല ഫലം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ വളരെ ദൂരത്തിൽ നിന്നുള്ളവർ കൂടെ ഇവിടെ വന്ന് ഇതിന് ഫലം പ്രാപിക്കുന്നു. പ്രധാനമായിട്ട് എന്തൊക്കെ തടസ്സങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയാണ് വിവാഹ തടസ്സം മെയിനായിട്ട് എല്ലാ മുട്ടും ഉണ്ട്. അതായത് വിവാഹ മുട്ട്, കർമ്മമുട്ട്, കർമ്മത്തിൻ മൂലം വരുന്ന ദോഷങ്ങൾ മാറുക, പിതൃദോഷത്തിൻ മൂലം വരിക, ഗുളികദോഷങ്ങൾ മൂലമുള്ള തടസ്സം മാറുക, ശത്രുദോഷം, അതേപോലെ ധനമുട്ട്, ധനം വരാതെ മുടങ്ങിയിരിക്കുക, ഇതുപോലെയുള്ള കാര്യത്തിലുള്ള മുട്ട്, ഇതുപോലെയുള്ള വഴിപാടുകൾ എല്ലാത്തിനും മുട്ടുണ്ട്. അതവിടെ ലിസ്റ്റായിട്ട് തന്നെ ഉണ്ട്. 10-25 മുട്ടുകളുണ്ട്. അതിലേത് മുട്ട് നമുക്ക് ആവശ്യമുണ്ട് അത് നമ്മൾ വഴിപാടെടുത്ത് വെറും 50 രൂപയുള്ളൂ അതിൻ്റെ. അത് ഏത് ദിവസമാണ് പ്രധാനമായിട്ട് ഇവിടെ നടക്കുന്നത്? പൊതുവേ നമുക്കിവിടെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മാത്രമേ മുട്ടിറക്കുള്ളൂ. അത് ശരി. ദൂരമുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഈ വഴിപാട് ചെയ്യേണ്ടത്? അതിപ്പോൾ വഴിപാട് ഇപ്പം ഓരോ ആൾക്കാർ അറിഞ്ഞറിഞ്ഞ് പല ദൂരങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഇപ്പം ഇവിടുന്ന് നീണ്ടൂരിൽ നിന്ന് പോയ പല ആൾക്കാരും വേറെ വേറെ സ്ഥലങ്ങളിൽ, കണ്ണൂർ, കോഴിക്കോട്, അവിടെയുള്ളവർ കൂടെ വന്ന് ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ അമ്പലത്തിൻ്റെ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ കൊടുക്കുമല്ലോ, ഫോൺ നമ്പർ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ അതുപോലെയുള്ള വഴിപാടുകൾ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ശരി. ഇപ്പോൾ ജ്യോതിഷ രംഗത്തെ ഏറെ പ്രശസ്തനായ വ്യക്തി കൂടിയാണ് താങ്കൾ. അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ആളുകൾ എത്രത്തോളം ജ്യോതിഷത്തോട് അടുക്കുന്നുണ്ട്, ജ്യോതിഷത്തെ വിശ്വസിക്കുന്നുണ്ട്? കുറച്ച് നാൾ മുമ്പൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് നോക്കി കഴിഞ്ഞാൽ ഒരു 7-8 വർഷത്തിന് മുമ്പൊക്കെ ജ്യോതിഷത്തിനെയും അമ്പലത്തിനെയൊക്കെ ആർക്കും അത്ര ഒരു വിശ്വാസം കുറവായിരുന്നു. അതെ. ഇപ്പം എല്ലാവർക്കും നല്ല വിശ്വാസമുണ്ട്. ജ്യോതിഷം എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുകയും ജ്യോതിഷിയോടൊന്ന് ചോദിച്ചിട്ട് നമുക്ക് കാര്യം നടത്താം എന്നുള്ള ഒരു ഭാവത്തിൽ ഇപ്പം എല്ലാ പൊതുവെ ഇൻ ജനറലായി മാറ്റങ്ങൾ വളരെ അധികം നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ജ്യോതിഷപരമായ സേവനങ്ങൾ ആവശ്യമുള്ളത് താങ്കൾ എങ്ങനെ കോൺടാക്ട് ചെയ്യേണ്ടത്? അപ്പം എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ കൂടെ ഇപ്പോൾ പുറത്തുള്ളവർക്കെല്ലാം കൂടെ UAE, അതേപോലെ അറബ് എമിറേറ്റ്സിലുള്ളവർ, ദുബായിലുള്ളവർ, US-ലുള്ളവർ ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്യുകയും ഈ നമ്പറിൽ വിളിച്ച് നമുക്ക് വഴിപാട് നമ്മൾ ചെയ്യാവുന്നതാണ്. ഫലങ്ങൾ ആദ്യം വാട്സാപ്പിൽ കൂടെ വോയിസ് മെസ്സേജ് കൂടെ പറയും. അത് ശരി. അപ്പോൾ ജീവിത തടസ്സങ്ങൾക്ക്, മുട്ടിറക്ക് വഴിപാടിനും അതുപോലെ ജ്യോതിഷപരമായ ആവശ്യങ്ങൾക്കുമൊക്കെ അദ്ദേഹം ഇവിടെ അമ്പലത്തിന് അടുത്ത് തന്നെയാണ് ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുമാത്രമല്ല, ഇപ്പം ഈ വഴിപാടിൻ്റെ ചില നമ്മൾ ഈ തടപ്പള്ളി നേദ്യം എന്നും പറഞ്ഞു പറഞ്ഞു തിടപ്പള്ളി, അതായത് അവൻ്റെ തിടപ്പള്ളി നേദ്യത്തിൽ നമ്മൾ രക്ഷസ് ദോഷങ്ങൾ മാറാൻ, ഗുളികദോഷം മാറാൻ രക്ഷസിന് പൂജ കഴിക്കുന്നുണ്ട്. സർപ്പദോഷം മാറാൻ അവരുടേതായിട്ടുള്ള സർപ്പങ്ങളെയും അവരുടേതായിട്ടുള്ള രക്ഷസിനെ ആവാഹിച്ച് നമ്മൾ നടത്തുന്നതാണ് ഈ തിടപ്പള്ളി നേദ്യം. ശരി. ഈ മുട്ടിറക്ക് അല്ലാതെ ചെയ്യുന്ന അതായത് എൻ്റെ കൂടെ ജ്യോതിഷം നോക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ ഫലം ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക. അത് വളരെ സിമ്പിളായിട്ട് ഇപ്പം ഈ വഴിപാടൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ വന്ന് ചെയ്യണമെങ്കിൽ വളരെ ചിലവാകുന്ന പൂജകളാണ്. അത് അമ്പലത്തിൽ ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്ത ദോഷങ്ങൾ മാറ്റുകയും ചെയ്യാം. ശരി. അപ്പോൾ താങ്കളുടെ അടുത്തേക്ക് വരുന്ന ആളുകൾക്ക് പരിഹാരങ്ങൾ ഇവിടെ അമ്പലത്തിൽ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഫലം നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ നമുക്കെല്ലാം നീണ്ടൂർ കാവിലമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. പ്രത്യേകം നന്ദി. നന്ദി.